നമ്മൾ വീണ്ടും നാട്ടിലെ വോട്ട് തിരക്കിലേക്കാണ്, വോട്ട് ടോക്കിലേക്കാണ്, വോട്ടോട്ടത്തിലേക്കാണ്. ചെങ്ങന്നൂരിലാണ് ക്രിസ്റ്റീന ചെറിയാൻ ജനിച്ചു. ക്രിസ്റ്റീന, എന്താണ് ചെങ്ങന്നൂരിന്റെ പൊതുചിത്രം? ആലപ്പുഴ ജില്ലയുടെ കിഴക്കു ഭാഗത്തുള്ള ചെങ്ങന്നൂർ നിയോജക മണ്ഡലം എൻ്റെ സ്വന്തം നിയോജക മണ്ഡലമാണ്, എൻ്റെ നാടാണ്. ഇവിടെ ചെങ്കുന്നൂര് എന്നാണ് ചെങ്ങന്നൂരായി മാറിയതെന്നാണ് പറയുന്നത്. ചുവന്ന കുന്നുകളുടെ നാട്. ചെങ്ങന്നൂർ 2016 മുതൽ ചുവപ്പിന്റെ രാഷ്ട്രീയത്തിലേക്ക് മാറിയിരുന്നു. അതിനു മുമ്പ് ശോഭനാ ജോർജിന്റെയും PC വിഷ്ണുനാഥിന്റെയും ഒക്കെ മണ്ഡലമായിരുന്ന ചെങ്ങന്നൂർ 2016 KK രാമചന്ദ്രൻ നായരുടെ CPIM മണ്ഡലമായി മാറി. അതിനുശേഷം അദ്ദേഹത്തിന് നിര്യാണത്തിന് ശേഷം നടന്ന 2018 തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ MLA ആയിരിക്കുന്ന മന്ത്രിയായിരിക്കുന്ന സജി ചെറിയാൻ ഇവിടെ നിന്ന് ജയിച്ചു. 2021 മൃഗീയമായ ഭൂരിപക്ഷത്തോടുകൂടിയാണ് സജി ചെറിയാൻ നിയമസഭയിലേക്ക് പോയത്. അതോടൊപ്പം തന്നെ NDAയുടെ വോട്ട് ഷെയർ കൂടി. എന്നാൽ UDFന്റെ വോട്ട് ഷെയർ വളരെ കുറയുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. ഇത്തവണ അഡ്വക്കേറ്റ് എബി കുര്യാക്കോസിനെയാണ് UDF മത്സര രംഗത്തിറക്കിയിരുന്നത്. NDAയിൽ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ചെങ്ങന്നൂരുകാരനായ സന്ദീപ് വാചസ്പതി, ഈ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന സന്ദീപ് തന്നെയായിരിക്കും ചെങ്ങന്നൂരിലെ NDA സ്ഥാനാർത്ഥി എന്നാണ്. പക്ഷേ സന്ദീപിനെ ഹരിപ്പാട്ടേക്ക് വിടുകയും MV ഗോപകുമാറിനെ ഇവിടുത്തെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഡീൽ നടന്നിട്ടുണ്ടെന്നുള്ള ആരോപണവും ഇവിടെയുണ്ട്. നമുക്കറിയാം, പ്രളയകാലത്ത് ഒരു നീല കോട്ടിട്ട് ഒരു ഹെലികോപ്റ്റർ എനിക്ക് തരൂ, എൻ്റെ ജനങ്ങൾ 50,000 പേർ മരിക്കും എന്ന് പറഞ്ഞ വ്യക്തിയാണ് സജി ചെറിയാൻ. അതാണോ ഇവിടെ ഒരു പ്രഭാവം ഉണ്ടാക്കിയെന്നറിയില്ല. ഇത്തവണ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ചർച്ചയാകുമെന്നറിയില്ല. വികസന വിഷയങ്ങളും വിലക്കയറ്റവും ഒക്കെ ഏറെ ചർച്ച ചെയ്യുന്ന ഒരു ജനമാണ് ചെങ്ങന്നൂരുള്ളത്. ചെങ്ങന്നൂർ മണ്ഡല വിശേഷങ്ങളിലേക്ക്. നമുക്ക് ചെങ്ങന്നൂരിന്റെ ജനമനസ്സറിയേണ്ടതുണ്ട്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും, എന്തൊക്കെ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടായാലും ചെങ്ങന്നൂരുകാർ എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് നമുക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ചെങ്ങന്നൂരുകാരുടെ രാഷ്ട്രീയം എന്താണ് എന്ന് നമുക്കറിയാം. അഡ്വക്കേറ്റ് എബി കുര്യാക്കോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹം വളരെ വൈകിയാണ് ഒരു പാർലമെന്ററി സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ മുൻപ് മത്സരിച്ചിട്ടുണ്ട്. കോൺഗ്രസിൽ സജീവ പ്രവർത്തകനായിരുന്നു. എന്നാൽ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് കുറേ പ്രശ്നങ്ങൾ ഇവിടെ കോൺഗ്രസിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അതെനിക്കറിയില്ല, അത് നമുക്ക് ഇവരോടൊക്കെ ചോദിച്ചറിയാം. നമുക്ക് എന്തായാലും ചെങ്ങന്നൂരിലെ ജനങ്ങളിലേക്കൊന്ന് പോവാം. ചെങ്ങന്നൂരിൽ ഇത്തവണ കാറ്റ് എങ്ങോട്ടായിരിക്കും? ചെങ്ങന്നൂർ ഇത്തവണ യാതൊരു സംശയവുമില്ല, കാറ്റ് കോൺഗ്രസിനൊപ്പമായിരിക്കും, ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പമായിരിക്കും. സർക്കാരിനെതിരെയുള്ള ഇവിടുത്തെ ജനകീയ പ്രതിഷേധം ഇരമ്പെന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ചെങ്ങന്നൂർ കാണാൻ പോകുന്നത്. ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വന്നാ എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം ഇപ്രാവശ്യം ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ MV ഗോപകുമാർ ചെങ്ങന്നൂർ MLA ആവും. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരു പറച്ചിലുണ്ട്, എനിക്കറിയില്ല സത്യമാണോ അല്ലയോ എന്ന്. സന്ദീപ് വാചസ്പതി എന്ന് പറയുന്ന കുറച്ചുകൂടെ വോട്ട് നേടാവുന്ന നേതാവിനെ കൊണ്ട് ഹരിപ്പാട് തട്ടിയിട്ട് ഇവിടെ ഒരു താരതമ്യേന കമ്പയർ ചെയ്യുമ്പോൾ ദുർബലനായ സ്ഥാനാർത്ഥി നിർത്തിയെന്നൊരു ആരോപണം ഉണ്ടല്ലോ. കോൺഗ്രസ്സുകാരും CPM-കാരും പറയുന്ന ആരോപണം മാത്രമാണ്. BJP-കാരെ സംബന്ധിച്ച് അത് ഞങ്ങളിത് പരസ്യമായിട്ട് പറഞ്ഞു, BJP-കാർ അത് രഹസ്യമായിട്ട് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇവിടുത്തെ ഡീലെന്ന് പറയുന്നത് കോൺഗ്രസും CPM-ഉം കൂടെ. ഇവിടുത്തെ ചെങ്ങന്നൂരിലെ ഡീലെന്ന് പറഞ്ഞാൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൂടെ. ഇവിടുത്തെ പഞ്ചായത്തുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തിരുവമ്പണ്ടൂർ പഞ്ചായത്ത്, പാണ്ടനാട് പഞ്ചായത്ത്, ചെന്നിത്തല പഞ്ചായത്ത്, ഈ 3 പഞ്ചായത്തുകൾ ഇവർ ഭരിച്ചുകൊണ്ടിരുന്ന ഒന്നിച്ചാണ്. ഇന്ന് ചെങ്ങന്നൂരിൽ ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് ഇവിടെ ഇദ്ദേഹം പറഞ്ഞു ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റി സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ LDF-ന് വേണ്ടി വോട്ട് ചെയ്തതാണ് ഇവിടുത്തെ UDF-ന്റെ കൗൺസിലർമാർ. BJP-ക്ക് ഇവിടെ കൃത്യമായ വോട്ടുണ്ട്. BJP-ക്ക് 35,000 വോട്ട് കൃത്യമായിട്ടുണ്ട്. ഇത്തവണ ഭരണവിരുദ്ധ വികാരവും ഇവിടുത്തെ വികസനങ്ങൾ, ഇവിടുത്തെ എല്ലാ വികസനങ്ങളും കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടാണ്. ഇവിടെ ചെങ്ങന്നൂർ ജില്ലാ ആശുപത്രി പണിതം ഫണ്ട് ഇവിടെ കൊട്ടിക്കൊഴിച്ച് നടക്കുന്ന ഇപ്പോഴത്തെ MLA മന്ത്രി അവിടെ പോയി നോക്കിയാൽ അതിന്റെ ഫലകത്തെ നോക്കിയാൽ നാഷണൽ ഹെൽത്ത് മിഷന്റെ ചെക്കാണ്. ഫണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഫണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ സിമ്പൽ വേണം. ഏത് പദ്ധതി നോക്കിയാലും അറിയാം കേന്ദ്ര സർക്കാരിന്റെ സിമ്പലുണ്ട്. അതെല്ലാം കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് കൊണ്ട് ചെയ്യുന്നതാണ്. ഇത് കപട വികസന നായകനാണ് ഇന്നിപ്പോൾ ചെങ്ങന്നൂരിലുള്ളത്. സജി ചെറിയാൻ മന്ത്രിയായതിന്റെ പേരിൽ ചെങ്ങന്നൂർ കിട്ടിയ ഒരു ക്രിയാത്മകമായ ഒരു പദ്ധതി പറയാമോ? ചെങ്ങന്നൂരിലെ ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭിക്കുന്ന ഒരു സിംഗിൾ പദ്ധതി, ഒരു ഒറ്റ ചെറുപ്പക്കാരന് ഇവർ പിന്മാതിൽ നിയമനം നടത്തുന്നതല്ല പറഞ്ഞു. ഇവിടുത്തെ സാധാരണക്കാരായ ചെറുപ്പക്കാരന് PSC വഴി ജോലി ലഭിക്കുന്ന ഇല്ലെങ്കിൽ അങ്ങനെയുള്ള പദ്ധതി കൊണ്ടുവരുന്നതിൽ ഒരു സിംഗിൾ പദ്ധതി ഈ ഇടതുപക്ഷ സർക്കാരിന് കാലത്ത് ചെങ്ങന്നൂരിൽ കൊണ്ടുവന്ന് പൂർത്തീകരിച്ച് പറയാമോ? വികസനമാണോ പ്രഹസനമാണോ? നമുക്ക് ഇടതുപക്ഷത്തിന്റെ അംഗങ്ങളോട് തന്നെ ഇവർ പറയുന്നത് വികസനമല്ല പ്രഹസനം മാത്രമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണോ? അല്ല, അതിനു മുമ്പ് ആദ്യം ഒരു കാര്യം ഞാൻ പറയാം. എനിക്ക് BJP-യുടെ ആണെന്ന് തോന്നുന്നു ഒരു പ്രതിനിധി പറയുന്നത് കേട്ട് ഗവൺമെൻറ് ആശുപത്രിയുടെ അവിടുത്തെ കല്ലേ പോയി നോക്കിയാൽ കേന്ദ്രത്തിൻ്റെ ആണെന്ന് പറയും. സത്യം പറഞ്ഞാൽ ഇവർ ഏത് ലോകത്താണ് ജീവിക്കുന്നത്, ഏത് യുഗത്തിലാണെന്നുള്ള. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ആശുപത്രി പൂർണ്ണമായും പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ അതിൻ്റെ ഉപകരണങ്ങൾ, അതിൻ്റെ മെഷീനറികൾ സ്ഥാപിക്കുന്ന പണികൾ മാത്രമാണ് അവിടെ ഇനി ബാക്കിയുള്ളത്.
വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്താൽ അറിയാം ആ പണം തിരിക്കുന്നത് പരിപൂർണമായി കിഫ്ബി അല്ലാതെ ഒരു ചില്ലി പൈസ ആ പദ്ധതിയിലില്ല. ചേട്ടാ, ഇച്ചിരി മുമ്പ് നിങ്ങൾ പറഞ്ഞ കാര്യമാണ് കിഫ്ബി ഫണ്ടാണ്. വിവരമുള്ളവര് വിവരാവകാശ നിയമപ്രകാരം NHM ആണോ? അല്ല, കിഫ്ബി ഫണ്ട് എങ്ങനെയാണ്? കിഫ്ബി എന്താണ്? ഇത് കഴിഞ്ഞിട്ട് ജില്ലാ ആശുപത്രി പോയിട്ട് ആ ഫലകത്തെ നോക്കിയിട്ട് വേണം പൊതുജനങ്ങളെ അറിയിക്കണം. KIIFB കിഫ്ബി എന്താണെന്ന് പഠിക്കാനാണ്. അല്ല, കിഫ്ബിയുടെ ഉണ്ടോ നോക്കതല്ലേ, ആ ഫലകത്തെ നോക്കിയിട്ട് പറയാം. എന്നെ നാഷണൽ ഹെൽത്ത് മിഷൻ ചേട്ടാ, വളയത്തെ നോക്ക്. വിവരാവകാശം കൊടുക്കാൻ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഞാൻ വെല്ലുവിളിക്കുന്നു. കിഫ്ബിയാണ്. ആ കൈവച്ചാൽ മതി എന്നുള്ള BJPയുടെ ഭാഷ. അത് വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി. അത് BJP വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി. സ്ഥിരം പണിയാണ് ഈ ഭീഷണി. ചേട്ടാ, ഭീഷണി വേണ്ട. വസ്തുതാപരമായി പരിശോധിക്കുക. വിവരാവകാശം കൊടുക്കാൻ വെല്ലുവിളിക്കുന്നു. ഇവിടെ ഭരണഘടനയെ അപമാനിച്ച കുന്തവും കൊടച്ചക്രവും വിഷയമാണ്. ഈ ചെങ്ങന്നൂരുകാരെ അപമാനിച്ചു. ഒന്ന് ഓർത്ത് നോക്കി, ഒരു സംസ്ഥാന മന്ത്രി ഈ നാടിന്റെ MLA ഈ ഭരണഘടന താൻ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഭരണഘടനയെ കുന്തവും കൊടച്ചക്രവും എന്തൊക്കെ എഴുതി വെച്ചേക്കുന്നെന്ന് പറഞ്ഞ് രാജിവെക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക്, ചെങ്ങന്നൂരിലെ ജനത്തിന്റെ തല കുനിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് ചെങ്ങന്നൂരിനെ മാറ്റിയ സജി ചെറിയാൻ ഈ ചെങ്ങന്നൂർ അപമാനം തന്നെയാണ്. നീതിന്യായ കോടതി തന്നെ പരമപുച്ഛത്തോടു കൂടി തള്ളിക്കളഞ്ഞതാണ് ഇപ്പൊ അദ്ദേഹം പറയാനുള്ളത്. കോടതി പറഞ്ഞല്ലോ, കോടതി പറഞ്ഞുകൊണ്ടാണല്ലോ വീണ്ടും മന്ത്രി വീണ്ടും മന്ത്രി. ആത്യന്തികമായ കോടതി വിധി എന്താ? കോടതി വിധിയാണ്, അവസാനത്തെ കോടതി വിധിയാണ് പ്രാബല്യത്തിൽ. ഫൈനൽ കോടതി വിധി വന്നപ്പോഴാണ് സജി ചെറിയാൻ രാജിവെച്ചത്. പിന്നെ മാറി വീണ്ടും ഇവിടെ അടിസ്ഥാന വികസനത്തെ പറ്റിയാണ് ചർച്ച ചെയ്യേണ്ടത്. അടിസ്ഥാന വികസനത്തെ പറ്റി ചർച്ച ചെയ്ത് നിങ്ങൾ അപ്പുറത്തെടുത്തോ 100 മീറ്റർ അപ്പുറത്തോട്ട് പോയാൽ ഇവിടുത്തെ KSRTC ടെർമിനൽ കാണാം. ആ KSRTC ടെർമിനൽ എന്ന് പറഞ്ഞാൽ പണ്ടൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. ഇപ്പൊ അത് പൊളിച്ചിട്ട് ഗ്രൗണ്ട് പോലെ കിടക്കുന്നു. ഞാനൊരു കാര്യം പറയട്ടെ. മനുഷ്യനൊന്ന് നടന്നു പോയാൽ തലയിൽ ഇടിഞ്ഞു വീഴുന്ന രൂപത്തിൽ മൂക്കു പൊത്താതെ പോകാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു വിഷ്ണുനാഥിന്റെ കാലത്തും അതിന്റെ MLA-മാരുടെ കാലത്തും. സജി ചെറിയാൻ വന്നതിന് ശേഷമാണ് ഫണ്ട് അനുവദിച്ചു. ഇപ്പൊ കെട്ടിടം പണി ആരംഭിച്ചു. നിങ്ങളിങ്ങനെ നിങ്ങളുടെ തർക്കം തുടർന്നു കൊള്ളുക, രാഷ്ട്രീയ പ്രചാരണം തുടർന്നു കൊള്ളുക. എന്തായാലും ചെങ്ങന്നൂരിൽ ഇങ്ങനെ പല വിഷയങ്ങളുണ്ട്. അടിസ്ഥാനപരമായ ചില വിഷയങ്ങൾ UDF-ഉം LDF-ഉം അതുപോലെ NDA-യും പറയുന്നുണ്ട്. ത്രികോണ പോരാണെന്ന ഒരു പ്രതീതിയുണ്ട്. അതേസമയം തന്നെ കഴിഞ്ഞ തവണ ഭൂരിപക്ഷം തന്നെ 4 ലക്ഷത്തിലേറെ കൂട്ടിയ സജി ചെറിയാൻ എന്ന് പറയുന്ന മന്ത്രിയുടെ മണ്ഡലം കൂടിയാണ്. അതുകൊണ്ട് എങ്ങനെയായിരിക്കാം ചെങ്ങന്നൂരുകാർ ഇത്തവണ ചിന്തിക്കുക എന്ന് നമുക്ക് നോക്കിക്കാണാം. കുറച്ച് ദിവസം കൂടെ കാത്തിരുന്നാലോ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.